നമസ്കാരം. ബൗഫൻ ക്യാപ്പ് നിർമ്മാണത്തിന്റെ ബിസിനസ് സാധ്യതകളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. നമുക്ക് ആദ്യമേ എന്താണ് ബൗഫൻ ക്യാപ്പ് എന്ന് നോക്കാം. ഈ ഭക്ഷ്യ സംസ്കരണ വ്യവസായങ്ങൾ അല്ലെങ്കിൽ ഭക്ഷണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ, പ്രൊഡക്ഷൻ ഇത്തരത്തിൽ നടക്കുന്ന എല്ലാ ഇടങ്ങളിലും പ്രവർത്തിക്കുന്ന ആളുകൾ അവരുടെ തലമുടി മുഴുവനായിട്ട് കവർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഡിസ്പോസിബിൾ ഹെയർ ക്യാപ്പാണ് ബൗഫൻ ക്യാപ്പ്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഇതിൽ കേരളത്തിന്റെ വിപണി എത്രത്തോളം ഉണ്ടെന്ന്. കാരണം നമ്മുടെ ഭക്ഷ്യ സംസ്കരണ വ്യവസായങ്ങൾ നടക്കുന്ന ഇടങ്ങൾ, സുഗന്ധവ്യഞ്ജന വ്യവസായങ്ങളുടെ സംസ്കരണം നടക്കുന്ന ഇടങ്ങൾ, അതുപോലെ തന്നെ മത്സ്യ സംസ്കരണം, കയറ്റുമതിയായിട്ട് ബന്ധപ്പെട്ടുള്ള മത്സ്യ സംസ്കരണശാലകൾ, കേറ്ററിംഗ് യൂണിറ്റുകൾ, ഹോട്ടലുകൾ, ഇത് കൂടാതെ ലബോറട്ടറികൾ, ഹോസ്പിറ്റലുകൾ, ഇത്തരത്തിൽ ഒരു ഹൈജൻ ആവശ്യമുള്ള ഇടങ്ങളിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകൾ അവരുടെ തലമുടി മുഴുവനായിട്ട് മറയ്ക്കുന്നതിന് ഈ ഹെയർ ക്യാപ്പാണ് ഉപയോഗിക്കുന്നത്, ബൗഫൻ ക്യാപ്പാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അത് ഇത്രയും വലിയ വിപണി കേരളത്തിലുണ്ടായിട്ടും ഈ ഉൽപ്പന്നത്തിൻ്റെ 90% അന്യ സംസ്ഥാനങ്ങളിൽ ഉൽപ്പാദിപ്പിച്ച് നമ്മുടെ സംസ്ഥാനത്തേക്ക് വരികയാണ്. ഇത്രയും വലിയ വിപണി ഉള്ള ഒരു ഉൽപ്പന്നം എന്തുകൊണ്ട് നമുക്ക് നമ്മുടെ സംസ്ഥാനത്ത് തന്നെ ഉൽപ്പാദിപ്പിച്ചുകൂടാ? അതാണ് ഈ സംരംഭത്തിന്റെ ബിസിനസ് സാധ്യത. കാരണം ഈ ഒരു വലിയ വിപണി തന്നെയാണ് ഈ ഒരു ബിസിനസ് സാധ്യത. കാരണം ഇതൊരു ഡിസ്പോസിബിൾ ഉൽപ്പന്നമാണ്. എല്ലാ സമയത്തും വീണ്ടും 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 വാങ്ങി ഉപയോഗിക്കേണ്ട ഒരു ഉൽപ്പന്നം എന്നുള്ള നിലയിൽ ഈ ഡിസ്പോസിബിൾ ബൗഫൻ ക്യാപ്പിന്റെ വിപണി ഒരിക്കലും പുറകോട്ട് പോകുന്നില്ല എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത. നമുക്കിതിന്റെ അസംസ്കൃത വസ്തുക്കൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പോളിപ്രൊപ്പലിൻ ഫാബ്രിക്കുകളാണ് ബൗഫൻ ക്യാപ്പിന്റെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത്. അത് 8 GSM മുതൽ 10 GSM വരെ, ചിലർ 6 GSM ചെയ്യുന്നുണ്ട്. അപ്പോൾ 6 GSM മുതൽ 10 GSM വരെയുള്ള പോളിപ്രൊപ്പലിൻ ഫാബ്രിക്കുകളാണ് ഈ ബൗഫൻ ക്യാപ്പിന്റെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത്. അത് പച്ച നിറത്തിലുണ്ട്, നീല നിറത്തിലുണ്ട്, വെള്ള നിറത്തിലുണ്ട്, കറുപ്പ് നിറത്തിലുണ്ട്. ഈ 4 നിറങ്ങളിലാണ് പ്രധാനമായിട്ടും ബൗഫൻ ക്യാപ്പുകൾ വിപണിയിലെത്തുന്നത്. അപ്പോൾ ഇതിൽ ഓരോന്നിനും ഇതിൻ്റെ ഒരു അളവുകൾ വളരെ സ്പെസിഫിക് ആണ്. അതായത് 21 ഇഞ്ച് മുതൽ 24 ഇഞ്ച് വരെ വലിപ്പമുള്ള ബൗഫൻ ക്യാപ്പുകൾക്കാണ് കൂടുതൽ വിപണിയുള്ളത്. അതായത് ഈ സ്ത്രീകളൊക്കെയാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ആളുകൾക്ക് അവരുടെ തലമുടി മുഴുവനായിട്ട് കവർ ചെയ്യാൻ പലപ്പോഴും 24 ഇഞ്ചിൻ്റെയൊക്കെ വലിപ്പമുള്ള ഹെയർ ക്യാപ്പുകളൊക്കെ ആവശ്യമായിട്ട് വരും. പുരുഷന്മാർക്ക് ഒരു പരിധിവരെ 20 മുതൽ 21 വരെയൊക്കെയുള്ള ഇഞ്ച് വലിപ്പത്തിലുള്ള ബൗഫൻ ക്യാപ്പുകളാണ് ആവശ്യമായിട്ട് വരിക. അപ്പം നമുക്കിതിൻ്റെ അസംസ്കൃത വസ്തുക്കളെല്ലാം റോളുകളായിട്ട് നമുക്ക് ലഭിക്കും. അതിൻ്റെ സപ്ലൈസൊക്കെ ധാരാളമായിട്ടുണ്ട്. കാരണം നമ്മൾ നോൺ വ്യൂവൻ മെറ്റീരിയലിനെയൊക്കെ നേരത്തെ പരിചയപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ അത്തരത്തിൽ തന്നെയുള്ളൊരു മെറ്റീരിയലാണ് ഈ ബൗഫൻ ക്യാപ്പ് നിർമ്മാണത്തിനും പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ ഒരു മാർക്കറ്റിംഗ് എങ്ങനെയായിരിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ കേരളത്തിൽ നമ്മളൊരു ബൗഫൻ ക്യാപ്പ് നിർമ്മാണ യൂണിറ്റ് ആരംഭിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ബൾക്ക് ഉപഭോക്താക്കൾക്ക്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സുഗന്ധവ്യഞ്ജന സംസ്കരണ കേന്ദ്രങ്ങൾ, ഭക്ഷ്യ സംസ്കരണ വ്യവസായത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന വ്യവസായശാലകൾ, അതുപോലെ തന്നെ വലിയ കേറ്ററിംഗ് യൂണിറ്റുകൾ, വലിയ ഹോട്ടൽ ഗ്രൂപ്പുകൾ, നമ്മുടെ റിസോർട്ടുകളുടെ കിച്ചണുകൾ, ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നിരവധിയായിട്ടുള്ള ഇടങ്ങളിൽ ഈ ഉൽപ്പന്നം ആവശ്യമുണ്ട്. അപ്പം അവിടേക്കൊക്കെ വലിയ തോതിൽ ഇത് വാങ്ങി ഉപയോഗിക്കുന്ന ആളുകളുമായിട്ട് നേരിട്ട് നമുക്കൊരു കമ്മ്യൂണിക്കേഷൻ സാധ്യമാക്കിക്കൊണ്ട് അവർക്ക് നേരിട്ട് സപ്ലൈ ചെയ്യാം. അവർക്ക് പുറമേ നിന്ന് വാങ്ങുന്നതിനേക്കാൾ കുറച്ചുകൂടി ഈസി ആയിട്ട് നമുക്ക് നേരിട്ട് സപ്ലൈ ചെയ്യാം. ബാക്കി റീറ്റെയിൽ പാക്കുകൾ എന്ന് പറയുന്നത് ഡിസ്ട്രിബ്യൂട്ടർമാർ വഴി വിതരണം ചെയ്യേണ്ടതാണ്. അത് നമുക്ക് 1000 എണ്ണത്തിൻ്റെ പാക്ക്, 500 എണ്ണത്തിൻ്റെ പാക്ക്, 100 എണ്ണത്തിൻ്റെ പാക്ക്, 10 എണ്ണത്തിൻ്റെ പാക്ക്, ഇങ്ങനെ 10 എണ്ണവും 100 എണ്ണം എന്നൊക്കെ പറയുന്നത് മെഡിക്കൽ സ്റ്റോർ വഴിയൊക്കെ വിൽക്കുന്ന ചെറിയ പാക്കുകളാണ്. ഈ 500 എണ്ണം 1000 എന്നൊക്കെ പറയുന്നത് ബൾക്ക് പാക്കുകളാണ്. അതിൻ്റെ തന്നെ ഈ 1000 എണ്ണത്തിൻ്റെ തന്നെ 5-8 പാക്കുകൾ ഏകദേശം 10,000 ഒക്കെ അടങ്ങുന്നതാണ് ഒരു കാർട്ടൺ ബോക്സ് ആയിട്ട് പലപ്പോഴും കൊടുക്കുന്നത്. അപ്പം ഇത്തരത്തിൽ പലവിധമായിട്ടുള്ള പാക്കിങ്ങുകളിൽ നമുക്ക് ഈ ഉൽപ്പന്നം നമുക്ക് മാർക്കറ്റിലേക്ക് എത്തിക്കുന്നതിനായിട്ട് കഴിയും. അപ്പം നമുക്ക് ഇതിൻ്റെ ഒരു വരവ് ചെലവ് കണക്കുകളൊക്കെ എങ്ങനെയാണെന്ന് നോക്കാം. ഒരു ബൗഫൻ ക്യാപ്പ്, ഒരു 24 ഇഞ്ച് വരുന്ന ഒരു ബൗഫൻ ക്യാപ്പ് നമ്മൾ നിർമ്മിച്ചു വരുമ്പോൾ ഏകദേശം അതിൻ്റെ ലേബർ, ഇലക്ട്രിസിറ്റി, മെറ്റീരിയൽ കോസ്റ്റ്, പാക്കേജിങ് ഇവയെല്ലാം അടക്കം നമുക്കൊരു 32 പൈസയോളം ചിലവ് വരും. അതൊരു 32 മുതൽ ചിലപ്പോൾ അല്പം വർദ്ധിക്കുമെന്ന് കൂട്ടിക്കൊള്ളൂ. എന്തായാലും ഒരു 35-ന് അപ്പുറത്തേക്ക് ഒരു കാരണവശാലും അത് വർദ്ധിക്കില്ല. 35 പൈസയോളം നമുക്ക് ചിലവ് വരുന്നു. നമ്മൾ ഇത് വിൽക്കുമ്പോൾ നമുക്ക് 60 പൈസയ്ക്കാണ് നമ്മൾ ബൗഫൻ ക്യാപ്പിൻ്റെ ഒരു ഹോൾസെയിൽ സെയിൽ നടക്കുന്നത്. റീറ്റെയിൽ അതിനേക്കാൾ കൂടുതലാണ്. ഹോൾസെയിലിൽ നമ്മൾ 60 പൈസയ്ക്ക് കൊടുക്കുമ്പോൾ ഏകദേശം നമുക്കൊരു 25 പൈസ ഒക്കെയാണ് ഒരു ബൗഫൻ ക്യാപ്പിൽ നമുക്ക് ലാഭം കിട്ടുക. അപ്പോൾ ഏകദേശം നമുക്ക് ഒരു 20,000 പീസൊക്കെ നമ്മൾ ഒരു ദിവസം ചെയ്താൽ ഒരു 10,000-50,000 രൂപയൊക്കെ നമുക്കൊരു വരുമാനം ആർജിച്ചെടുക്കാൻ കഴിയുന്ന ഒരു ഉൽപ്പന്നമാണ് ബൗഫൻ ക്യാപ്പ്.
അതിൻ്റെ ഒരു പ്രത്യേകത ഈ റോ മെറ്റീരിയലും കേടാവില്ല, നമ്മൾ ഉണ്ടാക്കി വെച്ചാൽ ബൗഫൻ ക്യാപ്പും കേടാവില്ല. അപ്പോൾ ഇത് നമുക്ക് ഒരു കുറച്ചുകൂടി സാവകാശത്തിൽ കുറച്ചുകൂടി സമയമെടുത്ത് റിലാക്സ് ആയിട്ട് ചെയ്യാൻ കഴിയുന്ന വ്യവസായങ്ങളിൽപ്പെട്ട ഒന്നാണ് ബൗഫൻ ക്യാപ്പിന്റെ നിർമ്മാണം. ഇനി ഇതിനാവശ്യമായിട്ടുള്ള യന്ത്രങ്ങൾ ഏകദേശം 9,80,000 രൂപയുടെ യന്ത്രമാണ് നമുക്ക് ആവശ്യമായിട്ട് വരിക. അതൊരു ഓട്ടോമാറ്റിക് യന്ത്രമാണ്. നമ്മൾ ഈ ബൗഫൻ ക്യാപ്പിന്റെ റോള് ഫീഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ റോളിൽ നിന്ന് ബൗഫൻ ക്യാപ്പ് വളരെ വേഗത്തിൽ അത് അത് നിർമ്മിച്ച് പുറത്തു വരുന്ന യന്ത്രമാണ് ഈ ഓട്ടോമാറ്റിക് ബൗഫൻ ക്യാപ്പ് നിർമ്മാണ യന്ത്രം എന്ന് പറയുന്നത്. ഒരു മണിക്കൂറിൽ ഏകദേശം 5000 ബൗഫൻ ക്യാപ്പോളം ഈ മെഷീനിൽ നിന്ന് നമുക്ക് നിർമ്മിച്ചെടുക്കുന്നതിനായിട്ട് കഴിയും. അപ്പം നമുക്ക് ഊഹിക്കാം, ഏകദേശം ഒരു 8 മണിക്കൂറൊക്കെ വർക്ക് ചെയ്താൽ ഒരു 40,000 പീസൊക്കെ ഒരു ദിവസം നമുക്ക് നിർമ്മിച്ചെടുക്കാൻ കഴിയും ഈ മെഷീനിൽ. നമുക്ക് അത്രയും വേണ്ട, ഒരു 20,000 ഒക്കെ നിർമ്മിച്ചാൽ മതി. നമ്മളുടെ ഒരു സമയം നോക്കിയിട്ടും മാർക്കറ്റിങ്ങിനൊക്കെ ഉള്ള സമയം നോക്കിയിട്ടും ഒക്കെ നമുക്ക് അതിൻ്റെ ഉൽപ്പാദനം ക്രമീകരിക്കാം. ഏകദേശം ഓട്ടോമാറ്റിക് മെഷീൻ ആയതുകൊണ്ട് വലിയ ലേബർ ഒന്നും ആവശ്യമില്ല. പ്രധാനമായിട്ട് ഇതിൽ പാക്ക് ചെയ്യുന്നതിനും ഒക്കെയാണ് കൂടുതലായിട്ട് ലേബർ ആവശ്യമായിട്ട് വരിക. ബൗഫൻ ക്യാപ്പ് നിർമ്മാണത്തിന്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് നടക്കുന്നതെന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് അതിന്റെ യന്ത്രത്തിന്റെ ഒരു പ്രവർത്തന വീഡിയോ ഈ വീഡിയോയുടെ അവസാന ഭാഗത്ത് ചേർത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കും. ബൗഫൻ ക്യാപ്പ് നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള ലൈസൻസുകളൊന്ന് ഒരു ഉദ്യം രജിസ്ട്രേഷൻ നമ്മൾ ഓൺലൈനായിട്ട് നേടണം. ഇത് കൂടാതെ നമുക്ക് ഒരു GST രജിസ്ട്രേഷൻ വേണം, ഒരു പാക്കേജിംഗ് ലൈസൻസ് വേണം. അത് കൂടാതെ സ്റ്റേറ്റ് ഗവൺമെന്റ് ഇപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള കേരള സിംഗിൾ വിൻഡോ ക്ലിയറൻസ് സിസ്റ്റം വഴി നമുക്ക് വളരെ വേഗത്തിൽ ലൈസൻസുകൾ നേടി ബൗഫൻ ക്യാപ്പിന്റെ നിർമ്മാണം ആരംഭിക്കുന്നതിനായിട്ട് കഴിയും. ഒരു മാർക്കറ്റ് സ്റ്റഡിയൊക്കെ നടത്തിയിട്ട് കേരളത്തിൽ വളരെ കുറഞ്ഞ മുതൽ വളരെ ആവശ്യമുള്ള ഒരു ഉൽപ്പന്നം എന്നുള്ള നിലയിൽ നമുക്ക് ആരംഭിക്കാൻ കഴിയുന്ന ഒരു വ്യവസായമാണ് ബൗഫൻ ക്യാപ്പിന്റെ നിർമ്മാണം.